Good morning, students. Welcome to today's class. Today we are discussing about direct form 2 realization. Okay, in previous class we have already discussed direct form 1 realization. Okay, now we are discussing the second realization method, IAR realization method, that is direct form 2 realization. Okay, consider the difference equation of the form, same form, that direct form 1 ചെയ്ത സെയിം ഫോം തന്നെയാണ്. ദാറ്റ് ഈസ് വൈ എഫ് എൻ ഇസ് ഈക്വൽ ടു minus sigma k equal to 1 to n a k y n minus k plus sigma k equal to 0 to m b k x n minus k. Okay, ഇത് പറഞ്ഞാൽ previous output, this is present input and past input. Okay, the past output, right? So ഇത് ആ നോർമൽ ഇക്വേഷൻ തന്നെ. ദ സിസ്റ്റം എബൌവ് ഡിഫറൻസ് ഇക്വേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, ഈ ഒരു ഡിഫറൻസ് ഇക്വേഷനെ നമ്മൾ ദിസ് ഇസ് വൈ എഫ് എൻ ടേം, അതിനെ സെഡ് ട്രാൻസ്ഫോമിലോട്ട് മാറ്റിയാൽ നമുക്ക് ഈ ഒരു ടേമിലോട്ട് ഈ ഒരു രീതിയിലോട്ട് അതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ എൻ മൈനസ് കെ എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, സെഡ് മൈനസ് കെ, അങ്ങനെ ഫോമിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ മൈനസ് വൺ എക്സ് ഓഫ് എൻ മൈനസ് വൺ പറയുമ്പോൾ സെഡ് ഇൻവേഴ്സ്, എക്സ് ഓഫ് എൻ മൈനസ് ടു പറയുമ്പോൾ സെഡ് മൈനസ് ടു, അങ്ങനെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ വൈ ഓഫ് എൻ ബൈ എക്സ് ഓഫ് എൻ is equal to, അതായത് എച്ച് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ വൈ ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ്. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഡിവൈഡ് ബൈ ചെയ്യുമ്പോൾ ഇതിനെ ഈ സെയിം സംഭവത്തിന് സെഡ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ വി ഗെറ്റ് എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ദാറ്റ് ഈസ് വൈ എഫ് എൻ എന്ത് കിട്ടും, വൈ ഓഫ് സെഡ് കിട്ടും. ഇത് എക്സ്പാൻഡ് ചെയ്യും, എന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്യും. സോ വൈ ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ്, എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ദാറ്റ് ഈസ് വൈ ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ്, വിച്ച് ഇസ് ഈക്വൽ ടു, ഓക്കെ, വൈ ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു, ഈ ഒരു ടേം ആണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്, ബി കെന്റെ ടേം, ദാറ്റ് ഈസ് സിഗ്മ കെ ഈക്വൽ ടു 0 ടു എം ബി കെ സെഡ് എക്സ് ഓഫ് എൻ മൈനസ് കെ എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് കെ. ഓക്കെ, സെഡ് മൈനസ് കെ. സോ ഈ ഒരു ടേമിൽ സിഗ്മ കെ ഈക്വൽ ടു 0 ടു എം ബി കെ സെഡ് മൈനസ് കെ ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു 1 ടു എൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1 ടു എൻ ആയതുകൊണ്ട് സീറോന്റെ ടേമിൽ നമ്മൾ 1 ആക്കി കൊടുക്കാം, കോൺസ്റ്റ് ആക്കി കൊടുക്കാം. സോ ഡിനോമിനേറ്റർ വി ഗെറ്റ് കെ ഈക്വൽ ടു 1 ടു എൻ, 1 പ്ലസ് കെ ഈക്വൽ ടു 1 ടു എൻ എ കെ ഇൻറ്റു സെഡ് മൈനസ് കെ. ഓക്കെ, എ കെ ഇൻറ്റു ദിസ് വൈ ഓഫ് എൻ മൈനസ് കെ വിൽ ഹാവ് സെഡ് മൈനസ് കെ, റൈറ്റ്? സോ ഈ ഒരു ഡിഫറൻസ് ഇക്വേഷനെ നമുക്ക് ഈ എച്ച് ഓഫ് സെഡിന്റെ ഫോമാറ്റിൽ എഴുതാം. സോ y of z by x of z is equal to sigma k equal to 0 to m b k z minus k divided by 1 plus k equal to 1 to n a k z minus k. So ഈ ഒരു ഫോമാറ്റിലാണ് നമ്മൾ ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു y of z by x of z എന്നുള്ള ടേമിനെ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം, അതായത് ഒരു w of z നെ ഇൻറ്റു ചെയ്യാം ആൻഡ് ഡിവൈഡും ചെയ്യാം. സോ y of z by x of z is equal to y of z divided by w of z. Okay, y of z divided by w of z. So w of z പോകാൻ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ w of z by x of z. Okay, ഈ y of z by x of z നമ്മൾ y of z by w of z into w of z by x of z എന്ന് ചെയ്തു. ഓക്കെ, ഇത് രണ്ട് ഈക്വൽ ആണ്, w of z ക്യാൻസൽ ചെയ്താൽ y of z by x of z കിട്ടും. സോ y of z by x of z നമ്മൾ ഈ ഒരു ഫോർമാറ്റിലോട്ട് എഴുതണം. എന്നിട്ട് നമുക്ക് എന്ത് കാണണം, ഓക്കെ, ഫസ്റ്റ് ടേം കാണാം, ദിസ് ഇസ് y of z by, ഓക്കെ, ഈ ഒരു ടേം കാണാം, w of z by x of z. ആദ്യം ഇത് കണ്ടിട്ട് പിന്നെ നെക്സ്റ്റ് ഇത് കാണാം. സോ w of z by x of z is equal to, ഓക്കെ, w of z പറഞ്ഞാൽ എന്താ, 1 ആണ്, റൈറ്റ്? w of z by x of z which is equal to w of z ആണ് 1 ആണ്, 1 by x of z. x of z ആണ് അവിടെ എന്താ കൊടുത്തിട്ടുള്ളത് കണ്ടോ, x of z ഈക്വൽ ടു ഈ ടേമും y of z ഈക്വൽ ടു ഈ ടേമാണ്. സോ x of z പകരം ഈ ഒരു ഡിനോമിനേറ്റർ ടേം കൊടുക്കുന്നു. സോ വി ഗെറ്റ് 1 പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു 1 ടു എൻ എ കെ സെഡ് മൈനസ് കെ. സോ w of z 1 by 1 പ്ലസ് ഈ രീതി കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് w of z കാണാം. സോ w of z കാണുമ്പോൾ w of z ഈ ഒരു ടേം w of z കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് w of z ഇൻറ്റു 1 പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു 1 ടു എൻ എ കെ സെഡ് മൈനസ് കെ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് സെഡ് കിട്ടും. ഓക്കെ, എക്സ് ഓഫ് സെഡ് ഇങ്ങോട്ട് കൊണ്ടത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ w of z ഇൻറ്റു 1 പ്ലസ് കെ ഈക്വൽ ടു 1 ടു എൻ എ കെ സെഡ് മൈനസ് കെയിലോട്ട് w of z മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് w of z പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു 1 ടു എൻ എ കെ സെഡ് മൈനസ് കെ ഇൻറ്റു w of z കിട്ടും. സോ ആ ഒരു ഫസ്റ്റ് w of z എന്നുള്ളത് ഇവിടെ വെച്ചിട്ട് ബാക്കി ഈക്വൽ ടു എന്നുള്ള ഫോമിൽ എഴുതാം. സോ വി ഗെറ്റ് ഈ എക്സ് ഓഫ് സെഡ് ഇങ്ങോട്ട് പോകും. സോ വി ഗെറ്റ് w of z ഇസ് ഈക്വൽ ടു, ഈ എക്സ് ഓഫ് സെഡ് ഇവിടെ ഉണ്ടാവും, എക്സ് ഓഫ് സെഡ്, പിന്നെ w of z ടേം ഇതിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും ഉണ്ടാവുക, അത് പ്ലസ് ആണ് ഈ ഭാഗത്ത്, അപ്പോൾ ഈ ഭാഗത്തോട്ട് എടുക്കുമ്പോൾ മൈനസ് കിട്ടും ആൻഡ് കെന്റെ വാല്യൂസും കൊടുക്കാം. സോ മൈനസ് കെ ഈക്വൽ ടു 1 ആകുമ്പോൾ a1 z മൈനസ് 1 w of z. ഓക്കെ, w of z കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ w of z
minus a1 z minus 1 w of z, then minus k equal to 2 വരുമ്പോൾ minus a2 z minus 2 w of z minus etc n വരെ an z n z minus n w of z. So w of z ന്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടി, റൈറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടേം എടുക്കാം. ഓക്കെ, ദിസ് ടേം y of z by w of z. So y of z by w of z എന്നുള്ളത് y of z ഇവിടെ നിന്ന് നമുക്കറിയാം, this is y of z, w of z equal to 1. So y of z is equal to sigma k equal to 0 to m dk z minus k എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. From here we have to find y of z. So y of z is equal to ഈ ടേം into w of z കിട്ടും. So y of z is equal to k equal to 0 എടുക്കുമ്പോൾ b0 w of z, z raised to 0 എന്ന് പറയുമ്പോൾ 1 ആണ്. So b0 w z plus b1 w z plus b1 z inverse w z plus b2 z minus 2 w of z plus etc plus bm z minus m w of z. Okay, so y of z ഉം കിട്ടി നമുക്ക്, അതുപോലെ തന്നെ w of z ഉം കിട്ടി, right, in terms of w of z ന്റെ ടേമിൽ. Now equation these two can be expressed in difference equation of the form. Okay, equation 5.112 അതുപോലെ തന്നെ 513. ഈ ഒരു ഇക്വേഷനെ നമുക്ക് എന്താക്കി മാറ്റാം, നമുക്ക് ഡിഫറൻസ് ഇക്വേഷന്റെ ഫോമിലാക്കി മാറ്റാം. ഓക്കെ, ആദ്യം ഡിഫറൻസ് ഇക്വേഷൻ ആണ് ഇത് ഇങ്ങോട്ട് ചെയ്തത്, ഇതിന് ഡിഫറൻസ് ഇക്വേഷൻ ആക്കാം. സോ ഡബ്ല്യു ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡബ്ല്യു ഓഫ് എൻ, അതായത് എന്നിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഡബ്ല്യു ഓഫ് സെഡ് ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം എടുക്കണം. ഡബ്ല്യു ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ വി ഗെറ്റ് ഡബ്ല്യു ഓഫ് എൻ and also here x of z, so we get x of n. Then next, okay, minus a1 constant ആണ്, so minus a1 w of z into z inverse എന്തായിരിക്കും, w of n minus 1, this is w of n minus 2, this is w of n minus capital N. Okay, so z inverse n minus എന്നുള്ള രീതി എഴുതാം. So minus a1 w of n minus 1 minus a2 w of n minus 2 etc minus an w of n minus n, right. ഇനി നെക്സ്റ്റ് ഈ ഒരു ടേമിനെയും അതുപോലെ ചെയ്യാം. സോ y of z will become y of n b0 w of n plus b1 z inverse w of z എന്ന് പറയുമ്പോൾ w of n minus 1, so w of n minus 1 plus b2 w of n minus 2 plus etc plus bm w of n minus m. Okay, so y of n നും w of n നും നമ്മൾ ഡിഫറൻസ് ഇക്വേഷൻ ഫോമിൽ എഴുതി. ഓക്കെ, now equation 114 and 115 we observe that the same delayed terms w of n minus 1 and minus 2 are expressed in w of n and y of n. so ഈ രണ്ട് ടേമിലും ഇതിൽ ഡിലേ ടേംസ് ഈക്വൽ, അതായത് a1 b1 w of n minus 1 ആണ്, a2ലും b2ലും w of n minus 2, അങ്ങനെ എല്ലാത്തിലും an ആണെങ്കിലും ബി എം ആണെങ്കിലും സെയിം ഡിലേകളാണ്. അപ്പൊ സെയിം ടൈപ്പ് ഓഫ് ഡിലേസ് ആണ് രണ്ടും വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്കൊന്ന് റിയലൈസ് ചെയ്യാം. സോ ഫസ്റ്റ് ഈ ഒരു ഡബ്ല്യു ഓഫ് എന്നെ നമുക്ക് നോക്കാം. സോ ഡബ്ല്യു ഓഫ് എന്നിന്റെ ഇൻപുട്ട് എന്താ വരുന്നത്, എക്സ് ഓഫ് എന്നും വരുന്നുണ്ട്, ഡബ്ല്യു ഓഫ് എൻ മൈനസ് കെയും വരുന്നുണ്ട്. സോ ഡബ്ല്യു ഓഫ് എൻ നമുക്ക് കിട്ടാം, ഡബ്ല്യു എഫ് എൻ്റെ ഔട്ട്പുട്ട്, ഡബ്ല്യു എഫ് എൻ എന്നുള്ള ഔട്ട്പുട്ട് കിട്ടണം അല്ലേ, ഡബ്ല്യു എഫ് എൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ ഈ ഔട്ട്പുട്ട് ഈസ് ഡബ്ല്യു എഫ് എൻ, ഇൻപുട്ട് എക്സ് ഓഫ് എൻ ആണ്. സോ ഇൻപുട്ട് ഡയറക്റ്റ് ഒരു എക്സ് ഓഫ് എൻ ഡയറക്റ്റ് ഡബ്ല്യു എഫ് എന്നിലോട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പിന്നെ നെക്സ്റ്റ് മൈനസ് എ വൺ കോൺസ്റ്റന്റും ഡബ്ല്യു ഓഫ് എൻ മൈനസ് വൺ. സോ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തിട്ട് സെഡ് ഇൻവേഴ്സ് കൊടുക്കാം. സോ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തിട്ട് എൻ മൈനസ് വൺ ആയതുകൊണ്ട് സെഡ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഡബ്ല്യു ഓഫ് എൻ മൈനസ് വൺ കിട്ടി. എന്നിട്ട് മൈനസ് വൺ എന്നുള്ളത് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തു, അത് ആഡ് ചെയ്തിട്ട് എക്സിലോട്ട് കൊടുത്തു. സോ എക്സ് ഓഫ് എൻ ന്റെ കൂട്ടത്തിലോട്ട് കൊടുത്തു. ഓക്കെ, എക്സ് എഫ് എൻ്റെ കൂടെ ആഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് എക്സ് എഫ് എൻ്റെ കൂടെ ഇത് ആഡ് ആം എ ടു ഡബ്ല്യു എൻ മൈനസ് ടു. സോ ഒരു സെഡ് ഇൻവേഴ്സും കൂടി കൊടുത്തിട്ട് ഡബ്ല്യു എഫ് എൻ മൈനസ് ടു മൈനസ് എ ടു വീണ്ടും എക്സ് എഫ് എൻ്റെ കൂടെ ആഡ് ചെയ്തു. അങ്ങനെ എക്സെട്ര പ്ലസ് ഡബ്ല്യു ഓഫ് എൻ മൈനസ് എൻ മൈനസ് എ എൻ, ഡബ്ല്യു ഓഫ് എൻ മൈനസ് എൻ എത്തി. സോ സെഡ് ഇൻവേഴ്സ് ലാസ്റ്റ് കൊടുത്തു, ഡബ്ല്യു ഓഫ് എൻ മൈനസ് എൻ മൈനസ് എ എന്നിന് പ്ലസ് ചെയ്തു. എല്ലാം കൂടി എക്സ് ഓഫ് എന്നിന്റെ കൂടെ പ്ലസ് ചെയ്തതിന് ശേഷം സോ എക്സ് ഓഫ് എൻ പ്ലസ് ദീസ് ഓൾ ക്വാണ്ടിറ്റീസ്, എന്നിട്ട് എന്ത് ചെയ്തു ഔട്ട്പുട്ട് ഡബ്ല്യു എഫ് എൻ കിട്ടി, റൈറ്റ്. ഇനി നെക്സ്റ്റ് ഈ ഒരു ടേമിൽ ഔട്ട്പുട്ട് വൈ എഫ് എൻ ആണ് ആൻഡ് ഇൻപുട്ട് ഈസ് ഡബ്ല്യു എഫ് എൻ അല്ലെ. ഇവിടെ ഇൻപുട്ട് ഡബ്ല്യു എഫ് എൻ മാത്രമേ ഉള്ളൂ, എക്സ് ഇല്ല. സോ ഇൻപുട്ട് ഡബ്ല്യു എഫ് എന്നും ഔട്ട്പുട്ട് വൈ എഫ് എൻ ആണ്. അപ്പോൾ അതുപോലെ ചെയ്യാം. ഇൻപുട്ട് ഡബ്ല്യു എഫ് എൻ കോൺസ്റ്റന്റ് ബി സീറോ ഉണ്ട്. സോ ഡബ്ല്യു എഫ് എൻ ബി സീറോ പ്ലസ് ദെൻ നെക്സ്റ്റ് ഡബ്ല്യു എഫ് എൻ ബി വൺ ഡബ്ല്യു എൻ മൈനസ് വൺ. സോ ഡബ്ല്യു ആണ് ഇവിടെ ഇൻപുട്ട്. സോ ഇൻപുട്ടിന് ഇവിടെ ഒരു സെഡ് ഇൻവേഴ്സ് കൊടുത്താൽ ഡബ്ല്യു എൻ മൈനസ് വൺ കിട്ടി. സോ ഇൻറ്റു ബി വൺ വി ഗെറ്റ് അതേ പ്ലസ് അങ്ങനെ എക്സെട്ര പ്ലസ് ഡബ്ല്യു എൻ മൈനസ് എം. സോ ഡബ്ല്യു എൻ മൈനസ് എം ബി എം ഇതിലോട്ട് ആഡ് ചെയ്തു. ദെൻ വി ഗെറ്റ് വൈ എഫ് എൻ. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെയാണ് ഇതിന്റെ റിയലൈസേഷൻ കിട്ടിയത്. ഇത് ഡബ്ല്യു എഫ് എന്നിന്റെ റിയലൈസേഷൻ, ഇത് വൈ എഫ് എന്നിന്റെ റിയലൈസേഷൻ. ഡബ്ല്യു എഫ് എന്നിൽ ഇൻപുട്ട് എക്സ് ഓഫ് എൻ ആണ് വരുന്നത്, റൈറ്റ്.
ബാക്കിയൊക്കെ ഔട്ട്പുട്ട് WFN ആണ് ഔട്ട്പുട്ട്, ഇൻപുട്ട് XOFN, ബാക്കി ഒരു ഇൻപുട്ടുകൾ ബാക്കിയൊക്കെ ഔട്ട്പുട്ടിന്റെ കോമ്പിനേഷൻ ആണ്. YFന്റെ ഔട്ട്പുട്ട് YFN ആണ്. ഇവിടെ ഔട്ട്പുട്ടിന്റെ കോമ്പിനേഷൻ ഇല്ല, എല്ലാ ഇൻപുട്ടിന്റെ കോമ്പിനേഷൻ WFNന്റെ കോമ്പിനേഷൻ ആണ്. സോ ഫ്രം ഹിയർ ഇനി ഇത് രണ്ടും ഈ ഒരു രണ്ട് ഫിഗർ കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ ഇത് WFN ഇത് WFN, നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ആൾസോ ഇവിടെ Z ഇൻവേഴ്സ് ഇതൊക്കെ സെയിം നമ്പർ ഓഫ് Z ഇൻവേഴ്സ് ആണ്. സോ ഇതിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ അത് ഞാൻ എന്ത് ചെയ്തു, ഈ രണ്ട് WFNും, അതായത് ഇതിന്റെ ഔട്ട്പുട്ട് WFN ആണ്, ഇതിന്റെ ഇൻപുട്ട് WFN ആണ്. അപ്പൊ ഇത് ഇതിലോട്ട് കണക്ട് ചെയ്തു. സോ ഞാൻ കണക്ട് ചെയ്തു. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫോം കിട്ടി. അപ്പൊ ഈ ഫോമിൽ നിങ്ങൾക്ക് അറിയാം ഇത് WFN ആണ്, ഇവിടെ Z ഇൻവേഴ്സ് ഉണ്ട്, ഇവിടെ Z ഇൻവേഴ്സ് ഉണ്ട്. ദിസ് ഇസ് WN1. ഇത് രണ്ടും കോമൺ ആണ്. ഓക്കെ, സോ ഇത് രണ്ടിലും കോമൺ ആ വരുന്നത്. അപ്പൊ ഇതിനെ രണ്ടിനും നമുക്ക് കോമൺ ആക്കി വരക്കാം. സോ ദിസ് ടേം അത് ഞാനൊന്ന് കമ്പൈൻ ചെയ്തിട്ട് വരച്ചു. ഓക്കെ, ദിസ് ഇസ് ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ. ഈ ഒരു സംഭവത്തിന് രണ്ട് കോമൺ ആയതുകൊണ്ട് ഒരൊറ്റ ഒന്നിട്ടിട്ട് നമ്മൾ കമ്പൈൻ ചെയ്തു. അപ്പോൾ രണ്ടിലോട്ട് ഒരുപോലെ പോകുന്നുണ്ട്, റൈറ്റ്. അപ്പോൾ നമുക്ക് മെമ്മറി ലൊക്കേഷൻസ് കുറയുക ചെയ്യുന്നത്. അതാണ് ഈ ഡയറക്റ്റ് ഫോം 2ന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ M+N addition, here it has M+N+1 multiplication, M+N addition and M,N മെമ്മറി ലൊക്കേഷൻസ്. 3 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. സോ നമുക്ക് മെമ്മറി ലൊക്കേഷൻസ് ഇവിടെ കുറവാണ്. ഓക്കെ, സോ ഇത് നമ്മൾ ഒന്നുകൂടി യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ഫോം 1ലാണ്. ഡയറക്റ്റ് ഫോം 1ൽ മെമ്മറി ലൊക്കേഷന് M+N+1 ആയിരുന്നു. എത്ര മൾട്ടിപ്ലിക്കേഷൻ അത്രയും മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ മെമ്മറി ലൊക്കേഷൻസ് കുറവാണ്, കാരണം കോമൺ ആയിട്ടാണ് ഇതാണ് മെമ്മറി ലൊക്കേഷൻസ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് മെമ്മറി ലൊക്കേഷൻസ് കുറവാണ്. സോ ദിസ് ഇസ് ദ ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം സെയിം പ്രോബ്ലം നമ്മൾ ഓൾറെഡി നമ്മൾ ഡയറക്റ്റ് ഫോം 1ൽ ചെയ്ത സെയിം പ്രോബ്ലം. YFN is equal to 2R cos omega 0 yn-1 minus R square yn-2 plus XFN minus R cos omega 0 xn-1 in ഡയറക്റ്റ് ഫോം 2ൽ ചെയ്യണം. സോ നമുക്ക് YFN നമ്മൾ ആദ്യം എടുത്തെഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്, Y of Z by X of Z എന്നുള്ള ഫോമിലോട്ട് ചെയ്യണം. സോ വി ഹാവ് Y of Z by X of Z. ഓക്കെ, Y of Z by X of Z എന്നുള്ള ഫോമിലോട്ട് കൊടുക്കാം. ഓക്കെ, സോ Y of Z X of Z ചെയ്യണം. ഇനി ഇതിനെ നമുക്ക് Y of Zലോട്ട് മാറ്റണം. സോ ഈ സെഡിന്റെ ടേം ഒക്കെ ഒരു വാക്ക് കൊടുക്കാം, വൈന്റെ ടേം ഒക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. സോ ഇത് ഇത്രയും നമുക്ക് ഒരു സൈഡിലും ഈ വൈയുടെ സൈഡിലോട്ട് കൊണ്ടുവരാം, ഇത്രയും നമുക്ക് ഈ സൈഡിലും വെക്കാം. ഓക്കെ, സോ വി ഗെറ്റ് ഇതിനെ നമുക്ക് Z ട്രാൻസ്ഫോമിലോട്ട് മാറ്റുമ്പോൾ നമുക്കറിയാം Y of Z ഇവിടെ ഇങ്ങോട്ട് വരും -2R cos omega 0 Y of Z -1 പ്ലസ് ഈ സൈഡിലോട്ട് കൊണ്ടുമ്പോൾ പ്ലസ് R square Y of Z -2, റൈറ്റ്. സോ Z -2 ഇൻറ്റു X of Y. സോ ഇതിലൊക്കെ X of Y ഉണ്ടാവും. സോ ഇതിൽ നമ്മൾ ഒരു X of Yനെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 X of Y ഇതിൽ നിന്ന് എല്ലാத்தைയും പുറത്തെടുക്കുമ്പോൾ 1 -2R cos omega 0 Z inverse പ്ലസ് R square Z -2 എന്ന് കിട്ടും, റൈറ്റ്. സോ ഇതിൽ നിന്ന് Y of Z പുറത്തെടുക്കുമ്പോൾ വി ഗെറ്റ്, അപ്പോൾ വൈൻ്റെ ടേം നമ്മൾ താഴെയാണ് ഇത്. സോ 1 minus 2R cos omega 0 Z inverse yn-1 എന്ന് പറഞ്ഞാൽ Z inverse ആണ്, മൈനസ് R square Z -2 മൈനസ് അല്ല പുറത്ത് വരുമ്പോൾ പ്ലസ് R square Z -2 വരും. സോ പ്ലസ് R square Z -2. ഓക്കെ, സോ ഇതിനെ നമുക്ക് Y of Zന്റെ ഫോമിലോട്ട് കൊടുക്കാം. ദിസ് ഇസ് Y of Z. ഇത് വരുമ്പോൾ 2R cos omega 0 Y of Z ഇൻറ്റു Z -1 മൈനസ് R square Y of Z ഇൻറ്റു Z -2 വരും. സോ ഈ Y of Z ഒരു സൈഡിൽ എടുക്കുമ്പോൾ നമുക്ക് പുറത്തെടുക്കാം. ഇനി ഈ ഒരു ടേമിൽ നമുക്ക് ഈ സൈഡിൽ തന്നെ എടുക്കാം. സോ H of N H of Z മൈനസ് R cos omega 0 X of Z ഇൻറ്റു Z -1 വരും. ഇതിന് X of Z പുറത്തെടുത്താൽ വി ഗെറ്റ് 1 minus R cos omega 0 Z -1. That is 1 minus R cos omega 0 Z -1. We take X of Z outside. ഇനി ഇവിടെ നമ്മൾ Y of Z outside കിട്ടുന്നുണ്ട്, ഇവിടെ X of Z outside എടുത്തിട്ടുണ്ട്. ഇനി സോ Y of Z by X of Z which is equal to എന്ത് കിട്ടും, 1 minus R cos omega 0 Z inverse divided by ഈ ഒരു ടേം ഇങ്ങോട്ട് വരും. ദാറ്റ് ഈസ് -1 minus 2R cos omega 0 Z inverse plus R square Z -2. ഓക്കെ, അങ്ങനെ ഈ ഫോമിലോട്ട് കിട്ടും. അതായത് ഈ ഒരു Y of N ഫസ്റ്റ് നമുക്ക് Y of Zലോട്ട് മൊത്തം മാറ്റണം. എല്ലാം Y of Zലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് Y of Zന്റെ ടേം ലെഫ്റ്റ് സൈഡ് എടുക്കും, X of Zന്റെ ടേം റൈറ്റ് സൈഡിൽ കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് Y of Z പുറത്തെടുക്കുക, ഇതിൽ നിന്ന് X of Z പുറത്തെടുത്തിട്ട് Y of Z by X of Z ചെയ്യുമ്പോൾ ഈ ഒരു ഫോമാറ്റിലോട്ട് കിട്ടും, റൈറ്റ്.
Then next നമുക്ക് ചെയ്യാനുള്ളത് y of z by x of z is equal to y of z by w of z into w of z by x of z ആണ്. സോ y of z by w of z എന്ന് പറയുമ്പോൾ y of z ഈ മുകളിലത്തെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് 1 മൈനസ് ആർ കോസ് ഒമേഗ 0 z ഇൻവേഴ്സ് w of z. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് w of z by x of z. w of z by x of z 1 by 1 മൈനസ് 2r cos ഈ ഒരു ടേം വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് y of z കാണാം ആൻഡ് ഓൾസോ ഇതിൽ നിന്ന് w of z കാണാം. സോ ഇതിൽ നിന്ന് y of z കാണുമ്പോൾ നമുക്ക് y of z is equal to w of z മൈനസ് r cos omega 0 w of z z ഇൻവേഴ്സ് വരും ഇവിടെ. എന്നിട്ട് അതിനെ നമുക്ക് ഡിഫറൻസ് ഇക്വേഷനിലോട്ട് മാറ്റുമ്പോൾ y of z will become y of n is equal to w of z will become w of n minus r cos omega 0 w of n minus 1 വരും. w of n minus 1 ആണ് z ഇൻവേഴ്സ് w of z വരിക. ഇവിടെ അതേപോലെ തന്നെയാണ് y of n minus 1 ആണ് വരുന്നത്, z ഇൻവേഴ്സ് y of z വരും. ഓക്കെ, അതാണ് അവിടെ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് w of z ചെയ്യാം. w of z എന്ന് പറയുമ്പോൾ ഓക്കെ, w of z ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് അത് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ പ്ലസ് 2r എന്ന് വരും. സോ വി ഗെറ്റ് w of z is equal to h of z. ഈ പിന്നെ കിട്ടും h of z നെ കൊടുക്കുമ്പോൾ x of n. w of n is equal to ഓക്കെ, w of z is equal to h of z x of z. ദെൻ നെക്സ്റ്റ് ഈ 2r ഇപ്പുറത്താവും, അത് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 2r കോസ് ഒമേഗ 0 z ഇൻവേഴ്സ് w of z. ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അപ്പുറത്തേക്ക് എടുക്കുക. ദെൻ മൈനസ് ആർ സ്ക്വയർ z മൈനസ് 2 w of z. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ വരുന്നത്. റൈറ്റ്, ഇനി ഇതിനെ നമുക്ക് ഡിഫറൻസ് ഇക്വേഷൻ ആക്കി എഴുതുമ്പോൾ w of z w of n is equal to x of n plus 2r cos omega 0 w of n minus 1 മൈനസ് ആർ സ്ക്വയർ w of n minus 2. ഈ ഒരു ടേമിന് w of n minus 2 കിട്ടി. ഓക്കെ, സോ നമുക്ക് y of n ന്റെ ടേമും കിട്ടി ആൻഡ് റൈറ്റ് w of n ന്റെ ഫോം കിട്ടി. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഈ ടേം എടുക്കാം, അതായത് w of n കണ്ടുപിടിക്കാം അല്ലെ. w of n കണ്ടുപിടിക്കണമെങ്കിൽ x of n ആണ് ഇൻപുട്ട്. സോ x of n ഇൻപുട്ട് എടുത്തു, എന്നിട്ട് ഇതിൽ വരുന്ന w n minus 1 w n minus 2 ആണ്. സോ ഔട്ട്പുട്ട് w ആണ്. ഓക്കെ, സോ ആ ഇക്വേഷൻ ചെയ്യുമ്പോൾ ഓക്കെ, മറ്റേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേണമെങ്കിൽ ചെയ്യാം. w n മൈനസ് 2 എന്നാണ്. സോ w n മൈനസ് 1 ഉണ്ട്. സോ w of n ൽ ഒരു z ഇൻവേഴ്സ് കൊടുക്കുമ്പോൾ വി ഗെറ്റ് w n മൈനസ് 1. അതിന്റെ w n മൈനസ് 1 കോൺസ്റ്റന്റ് 2r cos omega 0, കോൺസ്റ്റന്റ് 2r cos omega 0 ആഡ് ചെയ്തിട്ട് x of n ലോട്ട് കൂടെ ആഡ് ചെയ്യും. പിന്നെ x of n ലോട്ട് കൂടെ ആഡ് ചെയ്യുന്ന ഈ ഒരു ടേം ആണ് w of n മൈനസ് 2. സോ ഒരു z ഇൻവേഴ്സ് മെമ്മറി ലൊക്കേഷൻ കൂടി ആഡ് ചെയ്തിട്ട് w of n മൈനസ് 2 കാൽക്കുലേറ്റ് ചെയ്ത് മൈനസ് ആർ സ്ക്വയർ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. സോ z ഇൻവേഴ്സ് ചെയ്യുമ്പോൾ ദിസ് ഇസ് മൈ w n മൈനസ് 2 മൈനസ് ആർ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്തു ആൻഡ് ഇതിന്റെ കൂടെ ആഡ് ചെയ്തു. ഓക്കെ, സോ w of n ഈ ഒരു ടേം കിട്ടി. റൈറ്റ്, ഇനി നമുക്ക് y of n ന്റെ ടേം കാണണം. സോ y of n w of n വേണം. സോ y of n ന്റെ ഇൻപുട്ട് ഫസ്റ്റ് w of n ഡയറക്റ്റ് കൊടുക്കുക. ഓക്കെ, ഡയറക്റ്റ് ഇൻപുട്ട് കൊടുത്തു, y of n ഔട്ട്പുട്ട് കിട്ടി. ദെൻ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് w of n മൈനസ് 1 ആണ്. സോ w of n മൈനസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഔട്ട്പുട്ട് എടുത്തിട്ട് വിത്ത് കോൺസ്റ്റന്റ് മൈനസ് ആർ ഒമേഗ 0 മൾട്ടിപ്ലൈ ചെയ്ത് വി ഗെറ്റ് y of n. സോ ഇതാണ് ഡയറക്റ്റ് 2 ഫോമിന്റെ റിയലൈസേഷൻ. ഓക്കെ, സോ 1 ഫോമിന്റെ റിയലൈസേഷനും 2 ഫോമിന്റെ റിയലൈസേഷനും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ ഡിഫറൻസ്. ഓക്കെ, ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Determine the direct form to realization for the following system. Y of n is equal to minus 0.1 y n minus 1 plus 0.72 y n minus 2 plus 0.7 x of n minus 0.252 x n minus 2. ഈ ഒരു ഫോമിനെ ഫസ്റ്റ് നമുക്ക് എന്താക്കണം, z ട്രാൻസ്ഫോമിലോട്ട് മാറ്റണം. സോ വി ഗെറ്റ് y of z is equal to minus 0.1 y of z minus 1 plus 0.72 y of z minus 2 plus 0.72 x of z minus 0.252 x of z minus 2. ഓക്കെ, ഇനി ഈ വൈൻ്റെ ടേം ഒക്കെ പുറത്ത് കൊണ്ടുവരുമ്പോൾ y of z ഡിവൈഡ് ബൈ x of z ഇൻറ്റു, സോ y of ന്റെ ടേം ഒക്കെ ഇപ്പുറത്ത് കൊണ്ടുവന്നു, y of z മൈനസ് 0.7 z ഇൻവേഴ്സ് x of z. അപ്പോൾ ഇതിന് ഔട്ട്പുട്ട് എന്തായിരിക്കും, ഓക്കെ, y of z നെ പുറത്ത് കൊണ്ടുവന്നു. സോ y of z നെ പുറത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ടേം കിട്ടും. ദാറ്റ് ഈസ് y of z ന്ന് ഈ ഒരു ടേം വരുമ്പോൾ 1, ഇത് പ്ലസ് ആ വരിക അല്ലെ. 1 ഇപ്പുറത്ത് വന്നപ്പോൾ 1 പ്ലസ് 0.1 z ഇൻവേഴ്സ്, 1 പ്ലസ് 0.1 z ഇൻവേഴ്സ്. ഇത് ഇപ്പുറത്ത് വന്നപ്പോൾ മൈനസ് വരും, മൈനസ് 0.72 z മൈനസ് 2. ഓക്കെ, 1 പ്ലസ് 0.1 z ഇൻവേഴ്സ് മൈനസ് 0.72 z മൈനസ് 2. ഓക്കെ, ഈ ഒരു ടേം
Okay, first year section okay. Then next section x of 2 intersection ആണ്, x of n intersection ആണ്. So ഈ ഒരു സെക്ഷൻ നമ്മൾ x of z നെ പുറത്തെടുത്താൽ we get 0.7 x of z നെ പുറത്തെടുത്തു 0.7 x of z ആണ്. So 0.7 minus 0.252 z minus 2 എന്ന് കിട്ടും. ഓക്കെ, സോ 0.25 to z minus. സോ y of z by x of z ഈ ഒരു ഫോമുല കിട്ടി, റൈറ്റ്. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, y of z by w of z കാണണം. സോ y of z by w of z എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ദ ആൻസർ, ആൻഡ് w of z by x of z എന്ന് പറയുമ്പോൾ 1 by this, അങ്ങനെ കിട്ടും. ഓക്കെ, ഇതിൽ ഞാൻ y of z കണ്ടു. y of z is equal to 0.7 w of z minus 0.252 w of z into z minus 2. ഇതിനെ ഞാൻ ഡിഫറൻസ് ഇക്വേഷൻ ആയി ചെയ്യുമ്പോൾ y of n is equal to 0.7 y of n, sorry, y of n is equal to 0.7 w of n minus 0.252 w of n minus 2. Okay, ഇവിടെ w of n minus 1 ഇല്ല, w of n minus 2. Then w of z by x of z 1 by എന്ന് കൊടുക്കും. So we get w of x z is equal to x of z minus 0.1 z inverse w of z plus 0.72 z minus 2 w of z. ഇതിനെ ഡിഫറൻസ് ഇക്വേഷൻ ആക്കി എഴുതുമ്പോൾ we get w of n x of n minus 0.1 w of n minus 1 0.72 w of n minus 2, റൈറ്റ്. ഇനി നമുക്ക് ഈ ഒരു ടേം ഫസ്റ്റ് കണ്ടുപിടിക്കാം. സോ ഇതിന്റെ ഇൻപുട്ട് എക്സ് ഓഫ് എൻ ആണ്. സോ എക്സ് ഓഫ് എൻ ഡയറക്റ്റ് എടുക്കാം ഡബ്ല്യു എഫ് എന്നിലോട്ട്. പിന്നെ ഡബ്ല്യു എഫ് എൻ മൈനസ് 1 ഒരു സെഡ് ഇൻവേഴ്സ് കൊടുത്തിട്ട് മൈനസ് 0.1 എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. വീണ്ടും സെഡ് ഇൻവേഴ്സ് കൊടുത്തിട്ട് 0.72 മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് ഡിസെക്ഷൻ. ഓക്കെ, ഇനി ഡബ്ല്യു എഫ് എൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. സോ ഇതിന്റെ ഔട്ട്പുട്ട് വൈ എഫ് എൻ ആണ്. സോ ഔട്ട്പുട്ട് വൈ എഫ് എൻ എടുക്കാം. അതിലോട്ട് ഡബ്ല്യു എഫ് എൻ എന്ന് ഒരു 0.7 മൾട്ടിപ്ലൈ ചെയ്യണം. സോ 0.7 ഇൻറ്റു ഡബ്ല്യു എഫ് എൻ വി ഗെറ്റ് വൈ എഫ് എൻ. പിന്നെ ഡബ്ല്യു എഫ് എൻ മൈനസ് ടു കിട്ടും. ഓക്കെ, സോ ഡബ്ല്യു എഫ് എൻ മൈനസ് വൺ ഇത്. സോ ഇവിടെ നിന്നല്ല കണക്ഷൻ എടുക്കേണ്ടത്. ഡബ്ല്യു എഫ് എൻ മൈനസ് ടു കണക്ഷൻ എടുത്തിട്ട് മൈനസ് 0.252 മൾട്ടിപ്ലൈ ചെയ്തിട്ട് വൈ എഫ് എൻ കിട്ടുക. സോ ദിസ് ഇസ് ദ direct to form 2 realization. Okay, so that's all about today's class. Thank you. Have a nice day.